ഹലോ ഓൾ, വെൽക്കം ബാക്ക്. ക്രോഷറ്റ് സ്റ്റിച്ച് സീരീസിലെ ആദ്യ വീഡിയോയാണിത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സൂസെറ്റ് സ്റ്റിച്ചാണ്. ഈ സ്റ്റിച്ച് കാണാൻ നല്ല ഭംഗിയാണ്, ചെയ്യാനും സിമ്പിളാണ്. വെറും 2 സ്റ്റിച്ചസേ ഇതിൽ യൂസ് ചെയ്യുന്നുള്ളൂ. സിംഗിൾ ക്രോഷ്യം, ഡബിൾ ക്രോഷ്യം മാത്രമാണ് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ സ്റ്റിച്ച് ഉപയോഗിച്ച് നമുക്ക് ബ്ലാങ്കറ്റ്സും ബാഗ്സും സ്കാർഫും കുഷൻ കവർ എന്നിങ്ങനെ എല്ലാ പ്രൊജക്ട്സും ചെയ്യാം. നിങ്ങൾ ഇതൊക്കെ ബ്ലാങ്കറ്റൊക്കെ നമ്മൾ ഒരൊറ്റ സ്റ്റിച്ച് ഡബിൾ ക്രോഷ്യം മാത്രം യൂസ് ചെയ്തിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് ഉള്ളൊരു ടെക്സ്ചറാണ് ഈ ഒരു സ്റ്റിച്ച് നമുക്ക് തരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. ഇത് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈവൻ നമ്പർ ഓഫ് ചെയിൻസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ 20 നമ്പർ ഓഫ് ചെയിൻസാണ് എടുത്തിട്ടുള്ളത്. ഒരു 20 നമ്പർ ഓഫ് ചെയിൻസ് ഇട്ടതിന് ശേഷം ഒരു ചെയിന് സ്കിപ്പ് ചെയ്തിട്ട് രണ്ടാമത്തെ ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്യാം. അതേ ചെയിനിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യം ചെയ്യാം. ഇനി അടുത്ത ചെയിൻ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് അതിൻ്റെ നെക്സ്റ്റ് ചെയിനിലേക്ക് അഗെയിൻ നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ആ സ്റ്റിച്ചിലേക്ക് തന്നെ ഡബിൾ ക്രോഷ്യം ചെയ്യാം. അതുപോലെ റോ കംപ്ലീറ്റ് അവസാനിപ്പിക്കാം. അതായത് ഒരു സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ, പിന്നെ ഡബിൾ ക്രോഷ്യ, അതേ സ്റ്റിച്ചിൽ തന്നെ ഡബിൾ ക്രോഷ്യ, നെക്സ്റ്റ് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യുക, സിംഗിൾ ക്രോഷ്യ, ഡബിൾ ക്രോഷ്യ, സ്കിപ്പ് ചെയ്യുക, സിംഗിൾ ക്രോഷ്യ, ഡബിൾ ക്രോഷ്യ, അങ്ങനെ എൻഡ് വരെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാം. ലാസ്റ്റത്തെ സ്റ്റിച്ചിൽ നമ്മളൊരു സിംഗിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം ഒരു ചെയിൻ ഇട്ടിട്ട് റോ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ ടേൺ ചെയ്യാം. നമ്മൾ വർക്ക് ടേൺ ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ഇതേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യാം. അതായത് ഇപ്പം നമ്മൾ ചെയ്ത റോയിലെ ഫസ്റ്റ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യം, അതേ സ്റ്റിച്ചിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യം ചെയ്യാം. പിന്നെ നമ്മൾ ചെയ്ത ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് നമ്മൾ സ്കിപ്പ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ അടുത്ത സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യം ഡബിൾ ക്രോഷ്യം ചെയ്യുക. ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യുക. നെക്സ്റ്റ് സിംഗിൾ ക്രോഷ്യയിൽ ഒരു സിംഗിൾ ക്രോഷ്യം ഡബിൾ ക്രോഷ്യം ചെയ്യുക. അങ്ങനെ ആ റോ കംപ്ലീറ്റ് റിപ്പീറ്റ് ചെയ്യാം. സെക്കൻഡ് റോ ചെയ്ത പോലെ തന്നെ വർക്ക് ടേൺ ചെയ്ത് ഒരു ചെയിൻ ഇട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര റോസും നമുക്ക് ചെയ്തെടുക്കാം. സോ ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യം ഒരു ഡബിൾ ക്രോഷ്യം ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സ്റ്റിച്ച് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.